രാത്രിയിൽ കറുത്ത പുതപ്പിനടിയിൽ നിന്നും എത്തി നോക്കുന്ന നക്ഷത്രങ്ങൾ. ചെറുപ്പത്തിൽ കുളക്കടവിലിരുന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. എൻ്റെ കണ്ണുകളിൽ വെളിച്ചുണ്ടായിരുന്നപ്പോൾ കണ്ടുമറന്ന കാഴ്ചകളാ ഇപ്പൊ എനിക്ക് നക്ഷത്രങ്ങൾ. കീർത്തിമോളാ എൻ്റെ കണ്ണുകൾ. അവളുടെ കണ്ണുകളിലൂടെയാ ഞാൻ കാഴ്ചകൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങൾ മുറ്റത്തിരുന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണയായിരുന്നു. 10, 100, 1000. പക്ഷെ അപ്പോഴേക്കും അവൾക്ക് എണ്ണം തെറ്റിപ്പോയി. ഒരു ചെറിയ കാരണം മതി അവൾക്ക് പിണങ്ങാൻ. പക്ഷേ ആ പിണക്കത്തിന് ശേഷം ഞങ്ങളുടെ അടുപ്പം ഒന്നുകൂടി കൂടും. ഇങ്ങോട്ട് വാ മേമേ, അവിടെ കുഴിയാ. പതുക്കെ സൂക്ഷിച്ച്. ഇങ്ങോട്ട് വാ കെട്ടിമോളെ, പതുക്കെ. അങ്ങോട്ട് കയറി നടക്കല്ലേ മേമേ, നിറയെ കുഴിയാ. ഈ കയറ്റം കഴിഞ്ഞ കണ്ണേറ്റിന്റെ വീടിനടുത്തൂടെ പോവാം. കണ്ണേറ്റിന്റെ വീട്ടില് പുതിയൊരു പശുവിനെ വാങ്ങി. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നതോ? അത് ചത്തുപോയില്ലേ? മേമേനോട് ഞാൻ പറഞ്ഞതല്ലേ. ഇങ്ങോട്ട്. മമ്മദിക്കാന്റെ വീട്ടിനടുത്ത് ഒരു പുതിയ തരം മെഷീൻ വന്നിരിക്കുന്നു. JCB എന്നത്ര പേര്. ലോറി പോലെയാണോ? അല്ല മേമേ, അതിന് തുമ്പിക്കൈ പോലൊരു സാധനം ഉണ്ട് മുമ്പില്. അതുകൊണ്ട് മണ്ണ് വരൂത്രേ. മോള് കണ്ടോ? പഞ്ചായത്ത് റോഡിലൂടെ അത് വരണത് അപ്പൊ കണ്ടൂത്രേ. അതിന് പിന്നിലും ഒരു കൈ പോലൊരു സാധനം ഉണ്ട്. അത് മണ്ണ് പരത്താനുള്ളതാ മേമേ. Return 27-10-08 let n a m return 27-10-08 let n a d I o n a l space d r a d e r s. കീർത്തിമോളെ, വന്ന് കയ്യും കാലും കഴുക. വിളക്ക് കൊടുക്കാറായി. കീർത്തിമോളെ, എന്താ കീർത്തിമോളെ ഇത്? ഇത്ര വേഗം പിണങ്ങിയോ? കീർത്തിമോളെ, രാമ 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 പാഹിമാം രാമ 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 പാഹിമാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അമ്മയുടെ അച്ഛൻ വന്നു. ഇങ്ങനത്തെ അച്ഛൻ ഞാൻ കൊണ്ടുപോകാം. നിന്നോടാരെ ഇതൊക്കെ എടുക്കാൻ പറഞ്ഞത്? കേറി പോടി. വിം ബാർ വാങ്ങിയില്ലേ ഹരിയേട്ടാ? വിം പൗഡർ ഉണ്ടല്ലോ. അതെനിക്ക് പറ്റില്ല, അതുകൊണ്ടല്ലേ ബാർ വാങ്ങാൻ പറഞ്ഞത്. അച്യുതം കേശവം രാമനാരായണം. അശ്വതി, ഇനിയും തീർന്നില്ലേ? ആ, തീർന്നു. ഹരിയേട്ട ഒന്നുകൂടെ കറക്റ്റ് ചെയ്താ മതി. ഓഡിറ്റിംഗ് വരുന്നു എന്നുള്ള ചിന്ത ഒരുത്തനും ഇല്ല അവിടെ. ഇന്നുണ്ടൊരു കെട്ട്. അല്ല, ഇതുവരെ ചെയ്തതിന്റെ പൈസ ഒന്നും കിട്ടിയില്ലല്ലോ. ഇത് കേട്ടാ തോന്നുന്നു ലക്ഷങ്ങൾ തരാനുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ എല്ലാം ക്ലിയർ ചെയ്തത്. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഹരിയേട്ടാ. പക്ഷെ ഞാൻ സീരിയസാ.
T. Left alt. ഇടയ്ക്കെങ്കിലും വീട് പണികളൊക്കെ ഒന്ന് നോക്കണ്ടേ? എന്നാ എനിക്ക് വരെ നീ പോയിക്കോ ബാങ്കില്. വല്ലപ്പോഴും ആണുങ്ങൾക്കും ജോലിയെടുക്കാം. ദേ ഇവിടെ കഴിഞ്ഞെങ്കിലേ ആ തെക്കേ മുറിയുടെ ഒന്ന് വൃത്തിയാക്കണേ. അത് ശരി, കൊള്ളാം. ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ അബദ്ധമായോ? അയ്യോ, എന്ത് പറ്റി? ആ? അച്ഛനെ പറ്റി ചെറിയൊരു ഓർമ്മ എനിക്കുള്ളൂ. അച്ഛന്റെ മരണശേഷം വളരെ കഷ്ടപ്പെട്ട അമ്മ എന്നെയും ചേച്ചിയും വളർത്തിയത്. ചേച്ചിയുടെ വിവാഹശേഷം ഹരിയേട്ടനാ എന്റെ അച്ഛനും ഏട്ടനും എല്ലാം. അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, അമ്മയ്ക്ക് ജനിക്കാതെ പോയ മകനാ ഹരിയേട്ടൻ എന്ന്. ഹരി, ഇത് ടാലി ആവണല്ലോ കേട്ടോ. അതെയോ? ഒന്നുകൂടി നോക്ക്. സർ, മാനേജർ വിളിക്കുന്നുണ്ടോ? സർ. ആ, ശരിക്കും ഹരിയെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ബ്രാഞ്ച് ഓഡിറ്റിംഗ് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നമ്മുടെ ഫയൽസ് എല്ലാം അപ് ടു ഡേറ്റ് അല്ലേ? ഹരി എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം, എസ്പെഷ്യലി അഡ്വാൻസ് സെക്ഷൻ. എല്ലാം ഓക്കെയാണ് സർ. എന്നാലും ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ സർ. ആ, ആ ജോണി, വണ്ടിക്ക് എന്തോ പ്രശ്നം, സ്റ്റാർട്ട് ആവണില്ല. ഒന്ന് വരുമോ? ബാങ്ക് റോഡിൽ നിന്ന് പള്ളിയങ്ങാടിയിലേക്ക് തിരിണ വഴിയില്ല. ശരി. ഹരി, എടാ വിജയ്, നീ എന്താ ഇവിടെ? ആ, ഞാനിപ്പോ ഇവിടെയാ, ജയിലറാ. ക്വൈറ്റ് അൺഎക്സ്പെക്ടഡ്. എത്ര കാലായിട കണ്ടിട്ട്. നിനക്ക് ഒരു മാറ്റവും ഇല്ല. കുറച്ച് ഉയരം വെച്ചു എന്നല്ലാതെ. പക്ഷേ നീ നന്നായി തടിച്ചു. ഫേസിന് വലിയ മാറ്റമൊന്നുമില്ല. ആ, അതുപോട്ടെ, നീ ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ? നമ്മുടെ കാറൊന്ന് പണി മുടക്കി മെക്കാനിക്കിനെ കാത്തു നിൽക്കുക. നിന്റെ കല്യാണത്തിനല്ല നമ്മൾ അവസാനം കണ്ടത്. കുട്ടികള്? ഒരാള് മോള. അപ്പൊ നീ പ്രാരാബ്ധക്കാരനായി. ഞാനിപ്പോഴും ഫ്രീബേഡാ. ഹരിയേട്ടാ, ജോണി ഒന്ന് നോക്കടാ. ബോണ്ടം തുറന്നേട്ടാ. വണ്ടി ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പറ്റും. അതെ അല്ലേ?
നീ വീട്ടിലേക്കല്ലേ? അതെ. കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി ജോൺ. ആ ശരി. ദാ, നേരെ വിട്ടോ. എന്റെ മുണ്ടും ബ്ലൗസും അങ്ങോട്ട് മാറ്റി വെച്ചേ, ഞാൻ പിന്നീട് അലക്കിക്കോളാം. വേണ്ടമ്മേ, ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടോളാം. എനിക്ക് അതിൽ അലക്കാൻ തൃപ്തിയാവില്ല, ഒരു വൃത്തി ഉണ്ടാവില്ലെന്നേ. വയസ്സായിട്ട് ഈ മുരട്ട് സ്വഭാവം മാറില്ല. ഇതിപ്പാരാ ഈ സമയത്ത്? ഇതാണ് എന്റെ വീട്. വാ. ആ, പോയിട്ട് അത്യാവശ്യം ഉണ്ടടാ, പിന്നെ വരാം. ഇതുവരെ വന്നല്ലേടാ, ഒന്ന് കേറിട്ട് പോവാം. വാ. നിന്റെ ഒരു കാര്യം. ആരതി, കേറി വാടാ. ആരതി, ഞാൻ ഇവിടെ ഉണ്ട്. ആ, ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ബിജോയ്. ഉം. ഇതാണ് എന്റെ ശ്രീമതി. വരുന്ന വഴിക്ക് കാറൊന്ന് കേടായി. വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴാ ഇവനെ കണ്ടത്. പ്രീ ഡിഗ്രി വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. പഠിക്കുമ്പോ ഇവൻ വലിയ കള്ളനായിരുന്നു. ഇപ്പൊ കള്ളന്മാർക്ക് കാവലിരിക്കുന്ന പണി. ഇടയ്ക്ക് കള്ളന്മാരുടെ വീട്ടിലും വരും. ദാ, ഇരിക്കെ. ചായ എടുക്ക്. അമ്മ എവിടെ? ഞാൻ വിളിക്കാം. അല്ലടാ, ഞാനിവിടെ ഉണ്ടായിരുന്നു മോനെ. അമ്മ. കുറച്ച് മുരിങ്ങേനെ പറിക്കാൻ പോയതാ. അമ്മ, ഇത് ബിജോയ്, എന്റെ ഫ്രണ്ട്. അശ്വതി എവിടെ അമ്മേ? ഇന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്ന് എണീറ്റിട്ടില്ല. ആഹാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ ഇരിക്കേ. ആരതിയുടെ അനിയത്തി അശ്വതി. ഓഫീസിലെ കാര്യങ്ങളിൽ അവളാണ് കുറെയൊക്കെ സഹായിക്കണത്. സത്യം പറഞ്ഞ ബാങ്ക് ജോലി മടുത്തു. അതിലും ഭേദം നിന്റെ ജയിൽ പണിയാ. എടുക്ക. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. ആ. ആഹാ. ആ, അശ്വതി, ഉം. ഇന്നൊരു പുതിയ ആളുണ്ട് ഇവിടെ. ബിജോയ്, എന്റെ സുഹൃത്താ. ഹലോ. ആ, നിനക്ക് രാവിലത്തെ ചായ മതിയോ അതോ ഉച്ചക്കത്തെ ചോറ് വേണോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. വാ. എടാ, അനിയത്തിക്ക് 5ാം ക്ലാസ് പഠിക്കുമ്പോ കാഴ്ച പോയതാ. BA ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ആരെയും കാണിച്ചില്ലേ? കുറെയൊക്കെ ചികിത്സിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ആരതി വിവാഹം കഴിച്ചിട്ട് 6 വർഷമല്ലേ ആയുള്ളൂ. അതിനുശേഷം നോക്കിയിട്ടില്ല. എന്റെ ഒരു സുഹൃത്ത് ഡോക്ടറുണ്ട്. കുറെ കാലം ലണ്ടനിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. നമുക്കൊന്ന് കാണിച്ചു നോക്കിയാലോ? 2 ആഴ്ച കൂടി എനിക്ക് തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ? ഓക്കെ. ഓക്കേടാ. പോട്ടെടാ. ബൈഡാ. ബൈ. ഹരിയേട്ടന്റെ നിർബന്ധപ്രകാരാ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയത്. കാഴ്ചയില്ലാത്ത എനിക്ക് എങ്ങനെ കമ്പ്യൂട്ടർ പഠിക്കാനാവും എന്നുള്ള സംശയമായിരുന്നു ആദ്യം. കാഴ്ചയില്ലാത്തവർക്കായി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടെന്നും കമ്പ്യൂട്ടർ കൊണ്ട് ഏതാണ്ട് എല്ലാ ജോലികളും ചെയ്യാമെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ബാങ്കിൽ ബാക്കി വരുന്ന ജോലികളൊക്കെ ഹരിയേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതും അതിനൊക്കെ പ്രതിഫലം തരുന്നതും. തുടക്കത്തിൽ 10,000 രൂപയോളം ശമ്പളം കിട്ടും. ശമ്പളം എത്രയായാലും വേണ്ടില്ല, ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ഇത് സ്പെല്ലിംഗ് തെറ്റല്ലേ? ഡോളിന് 2 എല്ലുണ്ട്. മോളെ, കുംഭത്തിലായില്ലേ എത്ര നാഴിയുണ്ടെന്ന് നോക്കിയേ. ഇക്കുറി അച്ഛന്റെ ശ്രദ്ധ നേരത്തെയാണ് കാര്യം. അമ്മക്ക് രാത്രിയിലാണ് ഇതൊക്കെ നോക്കാൻ കണ്ടത്. നാളെ രാവിലെ നോക്കാം. അമ്മമ്മി, ഞാൻ നോക്കാം. നീ ഇവിടെ ശ്രദ്ധിക്കടി. നീ എന്തിനങ്ങനെ പറയാൻ പോയത്? ഇനിയിപ്പോ അമ്മയ്ക്ക് അത് മതി. ഭക്ഷണം കഴിച്ച് കിടക്കമ്മേ. എനിക്ക് വേണ്ട, നിങ്ങളൊക്കെ കഴിച്ചാ മതി. മോളെ, നീ പോയി അമ്മമ്മയെ സമാധാനിപ്പിക്കും. എത്ര പെർസെന്റേജ് ഡിഗ്രിക്ക്? 76%. 76. പാവം അമ്മ. എല്ലാരെയും സ്നേഹിക്കാനേ അമ്മയ്ക്ക് അറിയൂ. ചിലപ്പോ തോന്നും
ചെറിയ കുട്ടികളുടെ മനസ്സാ അമ്മയ്ക്കെന്ന്. അമ്മയ്ക്ക് എന്നെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും ആധിയ. എൻ്റെ വിവാഹം, കുടുംബജീവിതം, ഇതിനൊക്കെ പറ്റിയാ എപ്പോഴും ചിന്ത. അച്ഛൻ്റെ മരണവും എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടതും അമ്മയുടെ ജീവിതത്തിലെ ദുരന്തങ്ങളായിരുന്നു. പതുക്കെ. പതുക്കെ. മേമേ സൂക്ഷിച്ചേ. മേമേ തൊഴുതോളൂ. ക്ഷണമധുന നാരായണം അനുഗരമനു ഭജ മാം രാധേ. ആ അശ്വതിയോ? ശാരദാന്റിയാ. അമ്മ അമ്പലത്തിലേക്ക് കണ്ടിട്ട് കുറച്ചു ദിവസമായില്ലോ. അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. എന്തായി മോളുടെ കല്യാണക്കാര്യം? ആ സുന്ദരിയായിട്ട് എന്താ കാര്യം? കാഴ്ചയില്ലല്ലോ. ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിക്കേ, ഒരു വികലാംഗനെങ്കിലും തരാൻ. ആന്റിയെ ഭഗവാൻ ശിക്ഷിക്കും. എന്താ ഇതിന്റെ ഒരു നാവ്? എന്തിനാ കീർത്തിമോളെ ആന്റിയോട് അങ്ങനെ പറഞ്ഞത്? അതെന്റെ മേമയെ കരയിച്ചിട്ടല്ലേ? നാരായണ 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 നാരായണ. ഹായ് കൃഷ്ണമാമ. അല്ല, എന്തിനാ അത്ര സങ്കടം? ആ ശാരദാന്റിയാ മേമയെ വിഷമിപ്പിച്ചത്. മോള് സങ്കടപ്പെടണ്ട, അതൊരു മൂച്ചേട്ടയാ. ചിലത് നിങ്ങൾ അങ്ങനെയാ, കണ്ണുണ്ടെങ്കിലും കാഴ്ച ഉണ്ടാവില്ല. എന്റെ കുട്ടി അതൊന്നും സാരാക്കണ്ട കേട്ടോ. എനിക്ക് സങ്കടമൊന്നുമില്ല കൃഷ്ണമാമേ. എന്റെ പോരായ്മകളൊക്കെ എനിക്കറിയാം. ആരാ പറഞ്ഞത് പോരായ്മയുണ്ടെന്ന്? ഒന്നുമില്ല. നല്ലവർക്ക് നല്ലതേ ഈശ്വരൻ വരുത്തൂ. നട തുറക്കാറായി. മോള് ഭഗവാനോട് എല്ലാം പറഞ്ഞോളൂ. അദ്ദേഹം ഉണ്ടാവും എപ്പോഴും കൂടെ. നാരായണ നാരായണ. നാണിയമ്മയുടെ പഴയ പൊളിഞ്ഞ വീടില്ലേ, അവിടെയാണ് അയാള് താമസിക്കുന്നത്. നല്ല വെളുത്തിട്ടാ, കുറച്ച് മീശയുണ്ട്. ഇന്നലെ കണ്ടപ്പോ നീല ഷർട്ടായിട്ടിരുന്നേ. മേമേ വെള്ളമുണ്ടേ? മോളെ ഇന്നും അയാളെ കാണാറുണ്ടോ? വേറെ ആരെയും ആ വീട്ടിൽ കാണാറില്ല. മേമേക്കാളും നീളമുണ്ട്. മേമേ ദേ അവിടെ ഒരു സാധനമുണ്ട്. പതുക്കെ ഇറങ്ങണേ, സൂക്ഷിച്ചു വാ. പതുക്കെ. ആ കാമുകി ഓർത്തു ഞാനിരുന്നു.
സുഖമായിരുന്നു. രാത്രി മുഴുവൻ മഴയായിരുന്നു. പ്രിയ കാമുകി ഓർത്തു ഞാനിരുന്നു. ശാദ്വല ഭൂമിയിൽ മനസ്സും നിലാവും മുഖം നോക്കും വേളയിൽ ഓർമ്മകൾ പൂക്കുമീ ശാദ്വല ഭൂമിയിൽ മനസ്സും നിലാവും മുഖം നോക്കും വേളയിൽ ഒരുമിച്ചു നമ്മൾ ഓർമ്മയിൽ തിരഞ്ഞു മഴമുദ്ര ചാർത്തിയ പ്രണയകാലം. രാത്രി മുഴുവൻ മഴയായിരുന്നു. പ്രിയ കാമുകി ഓർത്തു ഞാനിരുന്നു. മോഹങ്ങളൊരുകുമീ മഴനിലാവിൽ ലജ്ജകൾ നനയും രസമുള്ള വേളയിൽ. മോഹങ്ങളൊരുകുമീ മഴനിലാവിൽ ലജ്ജകൾ നനയും രസമുള്ള വേളയിൽ. ഒന്നായി ചേരാൻ കുളിരിൽ തിരഞ്ഞു ഇനിയും കൊതിക്കുന്ന പ്രണയകാലം. രാത്രി മുഴുവൻ മഴയായിരുന്നു. പ്രിയ കാമുകി ഓർത്തു ഞാനിരുന്നു. വാനത്തിൻ കൈവിരൽ മഴയായി ഭൂമിയിൽ തൊട്ടു ചേർന്നലിഞ്ഞപ്പോൾ സുഖമായിരുന്നു. രാത്രി മുഴുവൻ മഴയായിരുന്നു. പ്രിയ കാമുകി ഓർത്തു ഞാനിരുന്നു. ഓർത്തു ഞാനിരുന്നു. മോൾ ഇറങ്ങിയോ ശ്രുതി? വാ മോളെ. ഓടെ കണ്ണോ പുറത്ത് കിടക്കാം. നമ്മുടെ ബിജോയ് ഒരു ഡോക്ടറെ പറ്റി പറഞ്ഞിരുന്നു. ലണ്ടനിലൊക്കെ പഠിച്ചു വന്ന ആളാ. നമ്മുടെ അശ്വതി ഒന്ന് കാണിച്ചാലോ? കൊറേ നോക്കിയതല്ലേ, ഇനി എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ എന്റെ ഷൂ എവിടെ? നീ അവിടെ നിക്ക്.
എനിക്ക് 4 കൈകളൊന്നുമില്ല. എന്നാലും നമുക്ക് അശ്വതി ഒന്ന് കാണിച്ചു നോക്കാം. മോളെ മോളെ ഓടല്ലേ, തിരക്ക് കൂട്ടല്ലേ. അയ്യോ ഇവിടെ ഒരു കാര്യം. അമ്മമ്മ ടാറ്റാ. ടാറ്റാ. ടാറ്റാ അമ്മേ. ഹസ്തേനാർത്ഥം പ്രദർശയേത് ചക്ഷുഭ്യാം ദർശയേത് ഭാവം പാദാഭ്യാം താളമാചരേത്. അശ്വതിക്കുട്ടി എന്താ ഒറ്റയ്ക്ക് ഇരിക്കണേ? മോളെയും കാത്തിരിക്കാവൂല്ലേ? ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണ്ട കുട്ടിയെ, കാലം മോശാണേ. മേമേ പോം. മോളെ കഴിഞ്ഞോ? വാ പോം. മോളെ അപ്പുറത്ത് ആരാ വന്നെന്ന് നോക്കിയേ. ടിവിന്ന് ഷോക്ക് അടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇപ്പഴാ വരുന്നേ? 3-4 ദിവസമായില്ലേ? അത് ചേച്ചി, മലനാട് വിഷന് 10,000 കണക്ഷൻ ഉള്ളതല്ലേ, എല്ലായിടത്തും എത്തണ്ടേ. അത് ശരി, പൈസ വാങ്ങാൻ കൃത്യമായിട്ട് എത്തുന്നുണ്ടല്ലോ. അങ്കിളെ ഞാൻ എത്ര ദിവസമായി അറിയോ കാർട്ടൂൺ കണ്ടിട്ട്? അതൊക്കെ അങ്കിൾ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചെറിയ കുട്ടികളുടെ വീടല്ലേ, എന്തെങ്കിലും അപകടം പറ്റിയാലോ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണ്ടേ? അത് ഞങ്ങളുടെ പ്രശ്നം മാത്രമല്ല, TV കംപ്ലൈന്റ് ആയാലും ഇങ്ങനെ വരാം. ആരുടെ കംപ്ലൈന്റ് ആയാലും പറ്റുക നമുക്കല്ലേ. ഇനി അങ്ങനെ ഉണ്ടാവില്ല ചേച്ചി. ഹായ്. ഇത് മോളുടെ കാർട്ടൂൺ ചാനൽ, അമ്മമ്മയുടെ ദൂരദർശൻ. ഇതാ ചേച്ചിയുടെ സൂര്യ. ഇവിടെ പിന്നൊന്നും വേണ്ടല്ലോ. ഇടയിൽ 10 മാസത്തിനിടയിൽ ഇരുട്ടിന് ഒരുപാട് നിറങ്ങളുണ്ട്. ഇരുട്ട് കാഴ്ചയുള്ളവർക്ക് മാത്രം അനുഭവപ്പെടുന്നതാ. വെളിച്ചില്ലാത്ത ലോകത്ത് രുചിയും മണവും ശബ്ദവും കാറ്റും വെള്ളവും എല്ലാം നിറങ്ങളാ. കാഴ്ചയുടെ ഒരു ലോകത്തെ പറ്റി എനിക്ക് സ്വപ്നങ്ങളേ ഇല്ലായിരുന്നു. നിങ്ങൾ TV കണ്ടോണ്ടിരിക്കുക. അശ്വതി, എന്തായിട്ടാ? വലിയൊരു തലവേദന മാറിക്കിട്ടി. ഓഡിറ്റിംഗ് കഴിഞ്ഞു. അമ്മ എവിടെ? അമ്മേ ദാ അച്ഛൻ വന്നു. അശ്വതി,
ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? അയ്യോ ഇത് ഹരിയന്റെ കയ്യിൽ തന്നെ വെച്ചാ പോരെ. കണക്ക് എപ്പോഴും കണക്കായിരിക്കണം. മേമേ എനിക്കെന്താ വാങ്ങിത്തരാ? ആ മോൾക്ക് മേമേന്റെ വക നല്ലൊരു ഉടുപ്പ്. അപ്പൊ നമുക്കൊന്നുമില്ലേ? ആ ചേച്ചിക്ക് എന്റെ വക ഒരു നൈറ്റി, പിന്നെ അമ്മയ്ക്കൊരു സെറ്റ് മുണ്ടും വാങ്ങണം. അത് ശരി, നമ്മള് ജോലിയും കൊടുത്ത് ശമ്പളവും വാങ്ങിക്കൊടുത്ത് അവസാനം നമുക്കൊന്നുമില്ലേ? ഏട്ടൻ്റെ ഒരു ഐസ്ക്രീം. അയ്യടാ, ഐസ്ക്രീം കഴിക്കേണ്ട ഒരു പ്രായം. നീ ഒരു ഐസ്ക്രീം തിന്നാതിരിക്കാൻ മാത്രം എനിക്ക് എന്താ അത്രയ്ക്ക് പ്രായമായോ? നോക്ക്, എന്റെ തലയിൽ ഒരു മുടിയെങ്കിലും നിറച്ചിട്ടുണ്ടോ? ഏത് സമയം ബാങ്ക് ജോലി, മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയുമില്ല. അതെന്താ? നിന്നെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. കൈയെടുത്ത്, ഇത് അടുക്കളയാ. ആ വിജയ് വിളിച്ചിരുന്നു. അശ്വതിയെ ഡോക്ടറെ കാണിക്കണം. എന്തായാലും ഈ ആഴ്ച തന്നെ ചെക്കപ്പ് നടത്തണം. അപ്പോഴേക്കും മോളുടെ വെക്കേഷൻ ആവില്ലേ? നമുക്കൊരു യാത്ര പോണം. ഹരിയെ, നീ ആ തൈലം കൊണ്ടുവന്നിരുന്നോ? അമ്മ ഇതാ വരുന്നു. മോളെ വാ മേമേ. ആയിക്കോട്ടെ, എടുത്തോളൂ. നീ സെലക്ട് ചെയ്തോ. ഹലോ, ഹരിയേട്ടാ, ഇതെങ്ങനെ? ഇതെടുത്താലോ? ഇത് കൊള്ളാം. ദാ ഈ കളർ മതിയോ? ആ മോക്കതെടുത്തോളൂ. ഇതോ? മോളെ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ. അമ്മേ, അമ്മയ്ക്ക് എന്റെ വക. ഹലോ ഹരി, ഗുഡ് മോർണിംഗ്. എടാ, ഞാനത് പറയാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. സാജൻ മറ്റന്നാ കാണാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാ ഹെഡ്ക്വാർട്ടേഴ്സ് മീറ്റിംഗ് ഉണ്ട്. ഒഴിയാൻ ഒരു വഴിയുമില്ല. നീ ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ മതി, അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എടാ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം, വിളിക്കാം. ഓക്കെ, ബൈ. ഹരി ബിജോയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലേ? ഞങ്ങൾ പ്രീ ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചതാ. എല്ലാ കാര്യങ്ങളും ബിജോയ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അശ്വതി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ അശ്വതിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്? അതെ. അന്ന് ചികിത്സ ഒന്നും നോക്കിയില്ലേ? ചികിത്സിച്ചിരുന്നു. ആ സമയത്തായിരുന്നു ഇവളുടെ അച്ഛന്റെ മരണവും അതോടനുബന്ധിച്ചുള്ള കുറെ പ്രശ്നങ്ങളും. നൗ ഇറ്റ്സ് ടു ലേറ്റ്. എന്നാലും പ്രതീക്ഷ കൈവിടണ്ട. 1-2 ചെക്കപ്പ് കൂടെ കഴിയട്ടെ, നമുക്ക് നോക്കാം.
ഞാൻ വീണ്ടും വെളിച്ചത്തെ സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കണോ? ആദ്യം അതൊരു നിലാവായാ വന്നത്. അപ്പോ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു. നിലാവിന് നിറണ്ടോ? എനിക്കറിയില്ല. പക്ഷേ ആ മുരളീനാഥം, അതിന് നിറമുണ്ടായിരുന്നു. മനസ്സിൽ പ്രണയം വിടർത്തുന്ന നിറം. അമ്മാമ്മ, ഈ ചിത്രം എങ്ങനെയുണ്ട്? ഇതായിപ്പോ ആനയ്ക്ക് തുമ്പിക്കൈ ഉണ്ടാവില്ലേ? ഇതിന് തുമ്പിക്കൈ ഉണ്ടല്ലോ. എനിക്ക് മോളെ. ഡോക്ടർ സാജൻ അമേരിക്കയിലൊക്കെ പഠിച്ചു വന്നാണത്രേ. 100-ലധികം പേർക്ക് ഓപ്പറേഷൻ ചെയ്ത് കാഴ്ച തിരിച്ചിട്ടിട്ടുണ്ടെന്നാ പറയുന്നേ. എന്തായാലും എന്റെ കുഞ്ഞിന് കാഴ്ച കിട്ടിയാ മതിയായിരുന്നു. അമ്മേ, ഈ ചിത്രം എങ്ങനെയുണ്ട്? നിനക്ക് ഹോംവർക്ക് ഒന്നുമില്ലേ ചെയ്യാൻ? അത് രാത്രി ചെയ്യാം. നല്ല ആളാ. രാത്രി 8 മണിയാവണ്ട ബോധം കെടാൻ. അവിടെയല്ല, കുറച്ചുകൂടെ മോളിലേക്ക് ഒഴിയ്. അമ്മയ്ക്കൊന്നുകൊണ്ട് ഡോക്ടറെ കാണിച്ചൂടെ? ഇതും വെച്ച് ഇങ്ങനെ നടക്കണോ? ഓ, ഇതിനി മാറാനൊന്നും പോണില്ല. ബുധനാഴ്ച ആശുപത്രിയിലേക്ക് ചേച്ചിയും വരില്ലേ? ഹരിയേട്ട് ലീവ് എടുക്കാന്നല്ലേ പറഞ്ഞ്? മേമന്റെ കണ്ണിന് കാഴ്ച കിട്ടിയില്ലേ, ഞാനാണ് ആദ്യം ഒരു വട്ടം കാണിക്ക. അതെന്താ? അതൊക്കെയുണ്ട്. പതിയെ നേരെ ഇരുന്നോളൂ. ചരിഞ്ഞ്. മരുന്നൊഴിക്കാണേ. കണ്ണ് തുറന്നു പിടിച്ചോളൂ. കണ്ണടച്ചു. മിസ്റ്റർ ഹരി, നമുക്ക് ഹോപ്പുണ്ട്. കോർണിയ ട്രാൻസ്പ്ലാന്റേഷനിലൂടെ അശ്വതിക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ ഇടയുണ്ട്. കണ്ണുകൾ മുഴുവനായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണോ? അല്ലല്ല, നേത്രപടലം മാത്രമാണ് മാറ്റിവെക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ സമ്മതപത്രം നൽകിയ ആളുകളുടെ മരണശേഷം നീക്കം ചെയ്യുന്ന കണ്ണുകൾ നേത്ര ബാങ്കിൽ സൂക്ഷിക്കുന്നു. ഹലോ, ഞാനങ്ങോട്ട് വരാം. ഒരു പേഷ്യന്റ് ഉണ്ട്, ഞാനങ്ങോട്ട്. ഡോക്ടർ, അശ്വതിയുടെ ഓപ്പറേഷൻ ഉടനെ നടത്താനാവില്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് നേത്ര ബാങ്കുകൾ ഉണ്ടെങ്കിലും ദാനം ചെയ്ത കണ്ണുകൾ ആവശ്യത്തിനില്ല.
ശ്രീലങ്കയിൽ നിന്ന് നേപ്പാളിൽ നിന്നുമുള്ള ബുദ്ധഭിക്ഷുക്കൾ ദാനം ചെയ്ത കണ്ണുകളാ നമുക്കിപ്പോ ആവശ്യത്തിന് ഉപകരിക്കുന്നത്. അതിനുവേണ്ടി എത്രയോ പേര് കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ദിവസം എത്ര പേര് മരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം കണ്ണുകൾ ഉപയോഗപ്പെടുത്താനാവും. തീർച്ചയായും മരണശേഷം നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ജീവിച്ചിരിക്കുന്ന ഒരാളിലൂടെ വെളിച്ചമായി നിലനിൽക്കുന്നത്. അതാരും മനസ്സിലാക്കുന്നില്ല. നമുക്ക് നോക്കാം. താങ്ക് യു. ഓക്കെ ഓക്കെ പോട്ടടാ. മോളെന്താ ഇന്ന് സ്കൂളിൽ പോയില്ലേ? മേമയ്ക്ക് കാഴ്ച കിട്ടിയോ? അതൊക്കെ കിട്ടും മോളെ. അശ്വതി മോളെ അതൊക്കെ വാ മോളെ ചെല്ലേ. മോനെ ഡോക്ടർ എന്താ പറഞ്ഞേ? ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. കോർണിയ മാറ്റിവെക്കണം. നേത്രപടലം മാറ്റിവെച്ചാൽ കാഴ്ച കിട്ടും. അതിന് ആരെങ്കിലും കണ്ണ് ദാനം ചെയ്യണം. അതിപ്പോ ആരാ മോനെ കണ്ണ് തരിക? പ്രായം ഇത്രയായില്ലേ? കണ്ണ് മതിയോ മോനെ? അമ്മേ, മരിച്ചവരുടെ കണ്ണുകളാ വേണ്ടത്. നീ വാ. മേമേ ദേ അവിടെ ഒരു ആമ്പല് വിരിഞ്ഞിട്ടുണ്ട്. മേമയ്ക്ക് കാഴ്ച കിട്ടിയിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. മേമയ്ക്ക് ഒരു സാധനം തരാം കേട്ടോ. എന്താ ചെയ്യണേ കീർത്തി മോളെ? മേമേ കൈ കാണിച്ച്. എന്താ അത്? കള്ളി എന്നെ പറ്റിച്ചൂലേ? മേമേ ഇത് അമ്മയുടെ നൈറ്റിയാണല്ലോ. അതിനെന്താ, അമ്മയുടെ നൈറ്റി മേമയ്ക്കും മേമയുടെ നൈറ്റി അമ്മയ്ക്കും ഇടാലോ. അതൊന്നും സാരമില്ല. ഈ നൈറ്റ് ഇവൾക്ക് തന്നെയാ ചേർച്ച. ഇപ്പൊ മേമ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ മോളെ? ഭയങ്കര വിശപ്പ്. ആരതി, അത് അമ്മയ്ക്ക് വിളമ്പി വെച്ചതാ. ആരതി, എനിക്ക് വിളമ്പണ്ട. തീരെ വിശപ്പില്ല. ഇതൊക്കെ പിന്നെ ഞാൻ ആർക്കാ ഉണ്ടാക്കി വെച്ചേ? വെള്ളം കുടിക്കും, വെള്ളം കുടിക്കും. കഴിക്കും മോളെ. ആരതി, കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ഞാനങ്ങോട്ട് വരില്ലേ? വാ, മതി. ബാക്കി നാളെ ചെയ്യാം. വന്ന് കിടക്ക്. ഹരിയേട്ടൻ പോയി കിടന്നോളൂ, ഞാൻ വന്നോളാം. കിടത്തി ഉറക്കാൻ ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. നിനക്ക് എന്താ പറ്റിയത്? പറ്റിയത് എനിക്കല്ലല്ലോ, ഹരിയേട്ടനല്ലേ. എനിക്ക് എന്ത് പറ്റിയെന്നാ? അത് നീ എന്നെ കൊണ്ട് പറയിക്കണോ? നിർത്ത്. വെറുതെ കാട് കയറി എല്ലാരും കേൾപ്പിക്കണ്ട. അശ്വതിയെ കേൾപ്പിക്കണ്ടെന്ന് പറ. വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. അശ്വതി, നീ കിടന്നില്ലേ? ഹരിയേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ.
ചേച്ചിക്കും കൂടെ എന്നോട് ദേഷ്യായി. ഏയ്, അതൊക്കെ മാറും. ആരെയും വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും പോവാതിരുന്നാ മതി. ഞാൻ കാരണം ആരും വേദനിക്കരുത്, പ്രത്യേകിച്ച് ഹരിയേട്ടൻ. ഏയ്, ഏട്ടനൊരു വിഷമവുമില്ല. അശ്വതിയെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു സന്തോഷം വേറില്ല. ഏട്ടന്റെ കുട്ടി പറയാറില്ലേ, ഞാൻ ഏട്ടൻ മാത്രമല്ല അച്ഛനും കൂടിയാണെന്ന്. ആ അവകാശം എനിക്കുണ്ടല്ലോ. വേണ്ടാത്തൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. നാളെ വരാൻ പോണ സന്തോഷം മാത്രം ആലോചിച്ചാൽ മതി. ഹരിയേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹത്തില് ചേച്ചി സന്തോഷിക്കുകയാണല്ലോ പതിവ്. എന്റെ കാര്യത്തിൽ ഹരിയേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണോ? പക്ഷേ ഹരിയേട്ടൻ മുമ്പേ അങ്ങനെയാണല്ലോ. എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നത് ചേച്ചിക്ക് ഇഷ്ടല്ലേ? അങ്ങനെയൊന്നും ചേച്ചി ചിന്തിക്കില്ല. പെട്ടെന്ന് വരാൻ പറഞ്ഞത് അശ്വതിക്ക് ഭാഗ്യമുണ്ട്. കണ്ണ് ദാനം ചെയ്യാൻ ഒരാൾ തയ്യാറായിട്ടുണ്ട്. താങ്ക് ഗോഡ്. നിനക്കറിയാലോ, വല്ലാത്ത ലോകമാണ് ഈ മതിൽക്കെട്ടിനകത്ത്. സാഹചര്യം കൊണ്ട് കുറ്റവാളികളായവരാണ് ഏറെയും. ഒരു നിമിഷത്തെ പ്രകോപനമാണ് മിക്കവരെയും തെറ്റേറാക്കുന്നത്. നീ മുഖവരില്ലാതെ കാര്യം പറയും. കണ്ണ് ദാനം ചെയ്യുന്നത് മുഹമ്മദാണ്. കൊലക്കുറ്റമാണ്, നിനക്കറിയാമായിരിക്കും. 3 പേരെയാണ് കൊന്നത്. കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു രാഷ്ട്രീയ കൊലപാതകം. അശ്വതിയുടെ അച്ഛനടക്കം 3 പേരാണ് കൊല്ലപ്പെട്ടത്. വിജയ്, മുഹമ്മദിന്റെ ശിക്ഷ അടുത്ത ആഴ്ച നടപ്പിലാക്കും. വധശിക്ഷ. പശ്ചാത്താപം ഉണ്ട് അയാൾക്ക്. മരണശേഷം തന്റെ കണ്ണുകൾ ദാനം ചെയ്യാൻ അയാൾ തയ്യാറാണ്, അശ്വതിക്ക് വേണ്ടി. എന്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണം. എന്റെ കണ്ണുകളിലൂടെ ആ കുട്ടിക്ക് കാഴ്ച കിട്ടും എന്ന സമാധാനത്തിൽ വേണം എനിക്ക് മരിക്കാൻ. ഇത് ആ കുട്ടിയോ വീട്ടുകാരോ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. DEDROLEUM return 27-10-08 space left N A D I O N A L space D R A D E R S. ഇന്ന് തീരും അശ്വതി. തീർക്കാൻ നോക്കാം. ഏട്ടാ, പിന്നെ ഡോക്ടറെ കണ്ടിരുന്നോ? ഇനിയും എത്ര കാത്തിരിക്കണാവോ? കണ്ടിരുന്നു, കാത്തിരിക്കാൻ പറഞ്ഞു. -192-1-10-08 space
പനിക്ക് കുറവില്ല അല്ലേ? മരുന്ന് എന്തെങ്കിലും കൊടുത്തു? വൈകുന്നേരം വരെ ഹരിയേട്ടൻ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു. ഇനിയിപ്പോ ഡോക്ടറെ നാളെ കാണിക്കാം. ബിജോയെ കണ്ടിരുന്നു, അതാ വൈകി. എന്തു പറഞ്ഞു? അടുത്ത ആഴ്ച ഓപ്പറേഷൻ വേണ്ടിവരും. അതിനാരെങ്കിലും തയ്യാറായോ? പക്ഷേ ലീവ് കിട്ടുമെന്നറിയില്ല. എന്റെ പൊന്നു സാജ, നീ തന്നെ ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അശ്വതിയുടെ ഭാഗ്യം കൊണ്ടാ മുഹമ്മദിന് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്. അപ്പോഴാ ഇവന്റെ ഒരു അനാവശ്യ കൺഫ്യൂഷൻ. അതിന്റെ ഗൗരവം നിനക്ക് അറിയാഞ്ഞിട്ടാ ബിജോയ്. ബിജോയ് പറഞ്ഞാലും കാര്യമുണ്ട് ഹരി. താൻ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിക്ക് കിട്ടാവുന്ന നല്ല ഭാവിക്ക് വേണ്ടി ഇതൊരു ചെറിയ പ്രശ്നമായി കണ്ടൂടെ? ജീവിതത്തിൽ ഒരിക്കലും കാഴ്ച കിട്ടാൻ സാധ്യതയില്ലാത്തവരെയും ചാൻസ് ഉണ്ടായിട്ടും കണ്ണ് ദാനം ചെയ്യാൻ ആളില്ലാത്തതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഇരുട്ടിൽ കഴിയേണ്ടി വരുന്നവരെയും ഒക്കെ ഞാൻ ദിവസവും കാണുന്നതാണ്. അശ്വതിയുടെ കാര്യം അതല്ലല്ലോ. ആ കുട്ടിക്ക് കണ്ണു കൊടുക്കാൻ ഒരാൾ സുമനസാലെ വന്നതല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സിന്റെ പേരിൽ അവളെ ഇരുട്ടിലേക്ക് തള്ളിവിടരുതെന്നേ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയൂ. അത് തന്നെയാ ഞാനും പറയുന്നത്. എന്നും ഒരിക്കൽ ചെയ്ത തെറ്റിന്റെ പേരിൽ മുഹമ്മദ് ചെയ്യുന്ന നല്ല കാര്യത്തിന് എന്തിനാ നിഷേധിക്കുന്നത്? ഇതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കുറ്റവാളികളെന്നും കുറ്റവാളികളായി തന്നെ തുടരുന്നത്. നല്ലത് ചെയ്യാൻ ശ്രമിച്ചാലും സമ്മതിക്കില്ലല്ലോ. ഹരി, ഇതാണ് ഗോവിന്ദ മാഷ്, അശ്വതിയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ. മാഷെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവനെ. ഞങ്ങൾ തോറ്റു. ഹരി കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമെന്ന് ഞാൻ പറയൂ. മാഷെ, ഇന്ന് എനിക്ക് ഓപ്പയുള്ളതാ. അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. മാഷ് ഒന്ന് സംസാരിക്കൂ. നിങ്ങൾ പോയിക്കോളൂ കുട്ടികളെ, ഹരിയോട് ഞാൻ സംസാരിക്കാം. വാടാ. ഹരിയോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇതിൽ ഇത്ര പേടിക്കാനൊന്നുമില്ല. ശേഖരനെ എനിക്ക് നന്നായി അറിയാം, അതുപോലെ തന്നെ മുഹമ്മദിനും. മുഹമ്മദ് ചെയ്യുന്ന ഈ നല്ല കാര്യം അംഗീകരിച്ചാൽ അത് ശേഖരന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുകയുള്ളൂ. പിന്നെ വിവരം അറിയുമ്പോൾ ഭാരതയും കുട്ടികളും കുറച്ച് വിഷമിക്കായിരിക്കും. അത് താനെ മാറിക്കോളും. ഹരി, നമ്മൾ വെളിച്ചത്തിന് വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. വെളിച്ചത്തിലേക്കുള്ള വഴി ഒരിക്കലും പിഴച്ചതാവില്ല. ഹരി എന്തോന്നും മിണ്ടാത്തത്? അതല്ല മാഷെ, അമ്മയെ ആരതി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആലോചിക്കുമ്പോഴാ. അതൊക്കെ ശരിയാവും, ഞാനല്ലേ പറയുന്നത്. സാറേ, ഇന്ന് വല്ലതും നടക്കുവോ? കുറെ നേരമായല്ലോ ഇങ്ങനെ മേടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. വെറുതെ ആളെ മെനക്കെടുത്താൻ. എന്താ ഹരി, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്റെ ആ പേപ്പറിങ് ഒപ്പിട്ട് തന്നാ മതി, ഞാൻ പോയിക്കോളാം. എന്നിട്ട് ഇയാൾ സ്വപ്നം കാണേ, കഥ എഴുതേ, എന്ത് വേണമെങ്കിലും അയക്കോ. ബാക്കിയുള്ളവർക്ക് വേറെ പണിയുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് വെറുതെ സമയം മെനക്കെടുത്തിയത്. ഇവനൊക്കെ ശമ്പളം കൊടുക്കുന്നവനെ വേണം പറയാൻ. ഞാനും കുറച്ച് ദിവസമായി ശ്രദ്ധിക്കണം. ഒന്നിലും ഒരു ശ്രദ്ധയില്ലായ്മ, എപ്പോഴും ഒരു ആലോചനയും. എന്താ ഹരി,
ഏഹേ, പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. 2-3 ദിവസമായിട്ട് നല്ല സുഖമില്ല, അത്രേ ഉള്ളൂ. സർ, മാനേജർ വിളിക്കുന്നുണ്ട്. ആ, വാ. സർ, ഹരിക്ക് ഇത് എന്ത് പറ്റി 2-3 ദിവസമായിട്ട്? വീട്ടിലെന്തെങ്കിലും പ്രശ്നം? എനിക്കൊന്നുമില്ല സർ, ഒന്നുമില്ല. 2 ദിവസം കൂടെ കഴിഞ്ഞ അനിയത്തിയുടെ കണ്ണോപ്പറേഷനാ, അതാലോചിച്ചിട്ടാ. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ? ഏയ്, അതൊന്നും വേണ്ട സർ. എന്താ ഹരി? എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണം. എന്റെ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും വെളിച്ചം വരികയാണോ? നാളെ ഓപ്പറേഷനാണ്. ആരാണാവോ എനിക്ക് കണ്ണുകൾ നൽകിയ ആ നല്ല മനുഷ്യൻ? പോയിട്ട് വാ മോളെ. മേമയ്ക്ക് കാഴ്ച കിട്ടിയ ആദ്യം ഞാനൊരു വീട്ടും കാണിച്ചു തരാം കേട്ടോ. ഉമ്മ ടാറ്റാ, ബൈ. ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ. എത്രയും വേഗം കാഴ്ച നൽകണേ. പൊതുവെ ആളുകൾക്കൊരു ധാരണയുണ്ട് കണ്ണ് മൊത്തം എടുത്ത് മാറ്റി വെക്കുകയാണെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മള് കണ്ണ് മൊത്തം എടുത്താലും ഈ നേത്രപടലം, കോർണിയ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ കണ്ണുകൾ കെട്ടിവെക്കും. അതിനുശേഷം കെട്ടഴിക്കും. ഒരാഴ്ച സമയമെടുക്കും കാഴ്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാൻ. ഡോക്ടർ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടാവോ? കുറച്ച് കടച്ചില്, കുറച്ചിങ്ങനെ തടയുക, കണ്ണിൽ കരട് കുടുങ്ങിയ മാതിരി കണ്ണ് ചിമ്മി തുറക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? ഇല്ല, സേഫ് ആണ്. ഓക്കെ. സർജറി സക്സസ്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. 3-4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ വീട്ടിൽ വിശ്രമിച്ചാൽ മതി. 2 ആഴ്ച കഴിഞ്ഞ് കെട്ടഴിക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കേടാ.
അശ്വതി ദാ. ഹലോ അശ്വതി, ആ. ഹൗ ആർ യു നൗ? ചെറിയൊരു കടച്ചിലുണ്ട് ഡോക്ടർ. അത് സാരമില്ല. 2 ദിവസത്തിനുള്ളിൽ അശ്വതിക്ക് വീട്ടിൽ പോവാം. പിന്നെ ഒരാഴ്ചത്തെ റെസ്റ്റ് കൂടെ മതിയാവും. മരുന്ന് മുടങ്ങാതെ നോക്കണം. പിന്നെ ടെൻഷനും സ്ട്രെയിനും ഒന്നുമില്ലാതെ മനസ്സ് ഫ്രീ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ. ഓക്കെ?
മോളെ അശ്വതി പിടിക്ക്, എണീക്ക് മോളെ. കഞ്ഞി കുടിക്ക്. മോളെ കീർത്തി, വന്ന് ഡ്രസ് മാറ്, നിനക്ക് സ്കൂളിൽ പോണ്ടേ? അമ്മാമ്മേ, ഞാനിന്ന് സ്കൂളിൽ പോണില്ല. ചെല്ലു മോളെ, നല്ല കുട്ടിയല്ലേ. മേമേ, സ്കൂളിൽ പോകുന്നില്ല. മേമയുടെ മോള് നല്ല കുട്ടിയായിട്ട് പോയിട്ട് വാ. അച്ഛനെ എക്സിബിഷന് കൊണ്ടുപോവോ? നല്ല അച്ഛനല്ലേ. അടുത്ത ആഴ്ച കൊണ്ടുപോകാൻ മോളെ. ശ്രുതിയും രേഷ്മയും എല്ലാരും കണ്ടു. ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ കാണാത്തത്. അമ്മന്ന് പറ അമ്മ. ഒന്ന് കൊണ്ടുപോയേട്ടാ, അവളെ എങ്ങനെ വിഷമിപ്പിക്കണ്ട. നിനക്കത് പറഞ്ഞാ മതി. ഇത് കഴിയുമ്പോ തന്നെ മനുഷ്യന്റെ നടുപൊടി. പിന്നെ കറങ്ങാൻ പോകാനൊന്നും വയ്യ. അടുത്ത ആഴ്ച പോവാ മോളെ. ഓ, അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ. അപ്പോഴേക്കും പിണങ്ങിയോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, മേമയ്ക്ക് കാഴ്ച കിട്ടിയിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാം. എന്നാ പിന്നെ രണ്ടാൾക്കും കൂടെ കറങ്ങാൻ പോവാലോ. സത്യായിട്ട് വരേട്ടാ? നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരാം. എന്തിനാ ഡ്രൈവിംഗ് സ്കൂള്? അച്ഛനെ പഠിപ്പിച്ചൂടെ അല്ലേ അമ്മേ? എന്തായാലും അമ്മയെ പോലെ അല്ല, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. അതൊരു നല്ല ഐഡിയ. വെറുതെ കാശ് കളയണ്ടല്ലോ അല്ലേ ആരതി? ഓ, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അമ്മയ്ക്ക് അസൂയ. അമ്മയ്ക്കും കൂടി പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞോളൂ അച്ഛാ. ഈശ്വര, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ഒരിക്കൽ ശ്രമിച്ചിട്ട് കാറിന്റെ ടയർ തേഞ്ഞതും പെട്രോൾ കളഞ്ഞതും മിച്ചം. താൻ എന്റെ സൈഡിൽ തന്നെ ഇരുന്നാ മതി, പോരെ? കുറ്റവും കുറവും പറഞ്ഞ് എല്ലാവരും കൂടെ ഒരു മൂലയ്ക്ക് തള്ളാതിരുന്നാ മതി. വാടി. മനസ്സിലിപ്പോ നിറങ്ങളില്ല, മണങ്ങളില്ല. വരാൻ പോകുന്ന വെളിച്ചത്തിന് മുമ്പുള്ള നിശബ്ദതയാവുമോ? കെട്ടഴിക്കാൻ ഇനിയും ഒരാഴ്ച കഴിയണം. ചേച്ചിയുടെ മാറ്റാ എന്നെ വിഷമിപ്പിക്കുന്നത്. എനിക്ക് കാഴ്ച കിട്ടുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെയാ തോന്നുന്നത്. ഇന്നെന്താ ഓഫീസിൽ പോണില്ലേ? ഞാൻ കുറച്ചു ദിവസം ലീവ് എടുത്തു. അതെന്താ ടൂർ പോകാനുള്ള ഉദ്ദേശമുണ്ടോ? അശ്വതിയുടെ കണ്ണിന്റെ കെട്ടഴിക്കുന്നവരെ ബാങ്കിൽ പോയാലേ ഒരു സമാധാനം ഉണ്ടാവില്ല. അതിനെന്താ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഒരിക്കൽ ലുട്ടാപ്പി കുന്തത്തിൽ പോയപ്പോൾ ഒരു മലയുടെ താഴെ രണ്ടാനകൾ നിൽക്കുന്നത് കണ്ടു. എന്നിട്ടോ? രണ്ടാനകളും പോയി. മോളെ, പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. മേമയ്ക്ക് മരുന്ന് കൊടുക്കട്ടെ. രാവിലത്തെ കൊടുത്തില്ലേ? കൊടുത്തു. ഇന്ന വെള്ളം. മതിയോ? ആ വിജയ്, ഇല്ല, ഞാനിതുവരെ ആരോട് പറഞ്ഞിട്ടില്ല. ഞാനിത് എങ്ങനെയാടാ പറയാ? അച്ഛൻ ഇവരെ എത്രമാത്രം. ചേട്ടാ, നീ പറയുന്നൊക്കെ ശരിയാ. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയാടാ? എടാ, നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. അശ്വതിയുടെ അച്ഛന്റെ കാര്യം ഞാൻ പിന്നെ വിളിക്കാം. അശ്വതി,
നിനക്ക് ആ റൂമിൽ റെസ്റ്റ് ചെയ്തൂടെ? ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണോ? എന്താ ഹരിയേട്ടാ, എന്താ പ്രശ്നം? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഓഫീസിലെ ചില കാര്യങ്ങള്. അല്ല, ഹരിയേട്ടൻ അച്ഛനെ പറ്റി എന്തോ പറയുന്നത് ഞാൻ കേട്ടു. അശ്വതി, ഏട്ടാ, എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞൂടെ? ഞാൻ പറയുന്നത് അശ്വതി എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. മോളെ, എന്താ ഒരു സ്വകാര്യം? ഹേയ്, ഒന്നുമില്ല. ഞാൻ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിനെ കുറിച്ച് അശ്വതിയോട്. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് സ്വകാര്യമാ ഹരിയേട്ടനും അശ്വതിക്കും തമ്മിലുള്ളത്? ആരതി, നീ എന്ത് ചീപ്പ് വർത്താനായി പറയണേ? നിങ്ങൾക്ക് എന്തും കാണിക്കാം, ഞാൻ പറഞ്ഞല്ല പ്രശ്നം. ഞാൻ എന്ത് ചെയ്തു നീ പറയണേ? എന്നെ കൊണ്ട് എന്നെ പറയിക്കണല്ലേ അത്? ഞാനൊരു പൊട്ടിയാണെന്നാ നിങ്ങളുടെ വിചാരം? രണ്ടുപേരും കൂടെ ഒരു പുന്നാരോ. ആരതി, മിണ്ടായിരിക്കാൻ. എല്ലാം ഞാൻ കാണുന്നുണ്ട്. നീ എന്ത് കണ്ടു നീ പറയണേ? പലതും കണ്ടതുകൊണ്ട്. ഒരൊറ്റൊന്നും അനാവശ്യം പറയരുത്. ഞങ്ങൾ സംസാരിച്ചത് അശ്വതിക്ക് കണ്ണ് ദാനം ചെയ്ത ആളെ പറ്റിയാ. ആരും അറിയരുതെന്ന് അയാൾ പറഞ്ഞത്. എന്താ മോനെ, എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ? അശ്വതിക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നുണ്ട്. ഇവൾക്ക് എന്താ അമ്മേ പ്രശ്നം? എന്താ മോളെ? അമ്മേ, അയാളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അശ്വതിക്ക് കണ്ണുകൾ കൊടുക്കണം എന്നുള്ളത്. മോൻ ആരുടെ കാര്യമായി പറയണേ? ആരെ പറ്റിയാ? അമ്മേ, അത് അശ്വതിക്ക് കണ്ണുകൾ നൽകിയത് മുഹമ്മദാണ്. മോളെ, നിനക്ക് 10 വയസ്സുള്ളപ്പോഴാ നിന്റെ അച്ഛൻ മരിച്ചത്. ഇപ്പോഴും ആരെങ്കിലും എന്നെ കണ്ടു നിൽക്കുക. മുഹമ്മദ് അച്ഛനെ വെട്ടിക്കൊന്നത് എന്റെ മുന്നിൽ വെച്ച എനിക്ക് കാഴ്ച കിട്ടണേ ദൈവത്തോട് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. അന്നാ ഞാൻ അറിഞ്ഞത് മുഹമ്മദാണ് എനിക്ക് കണ്ണുകൾ തന്നതെന്ന്. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അച്ഛനും മുഹമ്മദും കൂട്ടുകാരായിരുന്നു. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന സംഘടനം.
അച്ഛനടക്കം 3 പേർക്കാ മുഹമ്മദിന്റെ കൈകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടത്. മുഹമ്മദിന് വധശിക്ഷ വിധിച്ചെന്ന് കേട്ടിരുന്നു. Space W A D C A D space U S B B space D S space D A no D U space D U S അച്ഛാ 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 എനിക്കൊന്നും കാണണ്ട. വേണ്ട മേമ, മേമയ്ക്ക് കാഴ്ച വെച്ചിട്ട് വേണം എനിക്കൊരു വട്ടം കാണിക്കാൻ. ആന്റപ്പേട്ടന്റെ വീട്ടിന് മുന്നിലെല്ലാം വെള്ളം പൊങ്ങി. അതിന് മാത്രം മഴ പെയ്തോ? അല്ല മേമേ, അഷ്റഫ് ഖാന്റെ വീടെല്ലാം ആ JCB പൊളിച്ചില്ലേ, അവിടുന്ന് എത്രയോ മണ്ണ് കൊണ്ടുപോയത്. അതെന്തിനാ?
എനിക്കറിയില്ല. മേമേ അങ്ങോട്ട് പോവല്ലേ? ഇങ്ങോട്ട് സൂക്ഷിച്ച്.